ശ്രീമദ് ഭാഗവതം ക്ലാസ് 84. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 അധ്യായം 22 സനത് കുമാരോപദേശമാണ്. സനത് കുമാരന്മാർ 4 പേര് പ്രപഞ്ച സൃഷ്ടി സമയത്ത് ആദ്യമുള്ള 4 പേരാണ്. അപ്പം പ്രപഞ്ചം സൃഷ്ടി നടക്കുമ്പോൾ ആദ്യം എന്താണ് ഉണ്ടായിരിക്കുന്നത്? ജ്ഞാനം, സയൻസാണ് ഉണ്ടായിരിക്കുന്നത്. സയൻസിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അധികാരികളായിട്ട് ഈ സനത് കുമാരാദികളെ നമ്മൾ കാണുന്നു. 4 സനത് കുമാരാദികൾ പോലെ തന്നെ 4 വേദങ്ങളായിട്ടും ഉണ്ട്. അപ്പം ആത്മീയ വശം, പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തുള്ള ബ്രഹ്മത്തെ പറ്റിയുള്ള എല്ലാ ജ്ഞാനവും തികഞ്ഞവരായിട്ട് സനത് കുമാരാദികളെ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 4 കഥാപാത്രങ്ങളായി. അപ്പോൾ അവർ വന്നിട്ട് ഉപദേശിക്കുന്ന എന്തായിരിക്കും? ആത്മീയ തത്വങ്ങളെല്ലാം തന്നെയായിരിക്കും രാജാവോട്, ആ പ്രപഞ്ച രഹസ്യമെല്ലാമായിരിക്കും രാജാവോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ 1 മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം പൃഥ്വിനെ ജനങ്ങളെ എല്ലാവരും കൂടി പുകഴ്ത്തി സ്തുതിച്ചപ്പോഴാണ് ഈ 4 സനത് കുമാരന്മാർ, 4 മുനിമാരൻ പോലെയുള്ളവർ അവിടെ വന്നത്. എന്നിട്ട് 2 പറയുന്നു, ആകാശത്തു നിന്നും അവർ ഇറങ്ങി തേജസ്സുകളായ സനത് കുമാരാദികൾ വരുമ്പോൾ ആ യോഗീശ്വരന്മാരെ രാജാവ് കണ്ടു. എന്നിട്ട് 3 പറയുന്നു, ജീവൻ വിഷയങ്ങളെ സ്വീകരിക്കുന്ന പോലെ, നമ്മൾ ജീവൻ ഉണ്ടാകുമ്പോഴാണ് പ്രകൃതിയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ജീവൻ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ പ്രപഞ്ച കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ പരിവാരങ്ങളോടുകൂടി ഇരിക്കുന്ന രാജാവ് അവരുടെ ദർശനത്തിൽ മുന്നോട്ട് പോയ പ്രാണങ്ങളെ തിരിച്ചെടുക്കുവാനെന്ന പോലെ ചാടി എഴുന്നേറ്റു എന്ന് പറയുകയാണ്. അപ്പം സനത് കുമാരാദികൾ വരുമ്പോൾ പ്രാണൻ വിഷയങ്ങളെ എടുക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹത്തിൻ്റെ പ്രാണൻ എന്ത് ചെയ്തു? ആ സനത് കുമാരന്മാരോട് ആകൃഷ്ടരായി അങ്ങോട്ട് പോയോ എന്ന തോന്നിക്കുമാറ് അദ്ദേഹം വിഷമിക്കല്ല, പെട്ടെന്ന് ചാടി എൻ്റെ ജീവൻ അങ്ങേരെടുത്തു എന്നുള്ള തോന്നിക്കുമാറ് ഇദ്ദേഹം ചാടി എഴുന്നേറ്റു എന്ന് പറയുകയാണ്. കാരണം അത്രയും ദിവ്യന്മാരായ 4 വ്യക്തികളാണ് ഈ സനത് കുമാരന്മാർ. അത് ബ്രഹ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായ കക്ഷികളാണ്. അപ്പം ബ്രഹ്മവുമായിട്ട് ചേർന്ന് ഇരിക്കുന്നതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ബ്രഹ്മവുമായിട്ട് ചേരത്തക്കവണ്ണമുള്ള നിലയിൽ ആകൃഷ്ടരായി അങ്ങോട്ടേക്ക് പോവുമോ എന്ന നിലയിൽ ഇദ്ദേഹം പെട്ടെന്ന് അറിയാതെ ചാടിയടിയിട്ടു ഈ രാജാവ്. 4 അദ്ദേഹം സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, 4 പറയുകയാണ്. പിന്നെ അദ്ദേഹം ഒന്ന് സ്വയം നിയന്ത്രിച്ചു. കാരണം ഇവർ വരുന്ന കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഇനി എന്നിട്ട് എന്ത് ചെയ്തു? വിനയത്തോടെ അവരെ വഴി പോലെ ആദരിച്ചു. എന്നിട്ട് 5 അവരുടെ കാൽ കഴുകിയ ജലത്താൽ മുടിയിൽ തഴുകിയ ശേഷം സജ്ജനങ്ങളെ ആദരിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു. അതായത് അദ്ദേഹത്തെ അവരെ സ്വീകരിച്ച് ഇരുത്തി. ഇതിൻ്റെ 6 സ്വർഗപീഠത്തിൽ, അതായത് അത്രയും വലിയ സിംഹാസനം പോലെയുള്ള സ്ഥലത്തിൽ നല്ല പീഠങ്ങളിൽ ഇരുന്ന ആ രുദ്രൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ സനകാദികളോട്, രുദ്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചമുണ്ടായ ആറ്റങ്ങളാണ്. അപ്പോൾ ആറ്റങ്ങൾ ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ജ്യേഷ്ഠൻ ആദ്യം ഉണ്ടായിരിക്കുന്നതാണ് സനകാദികൾ. അതായത് ആദ്യം വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അതിലൂടെയാണ് ആറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടി. അപ്പം രുദ്രന്മാരുടെ എല്ലാം ജ്യേഷ്ഠനായ സഹോദരനായ സനകാദികളോട് സന്തോഷത്തോടും ശ്രദ്ധയോടും ആത്മനിയന്ത്രണത്തോടെയും പറഞ്ഞു. കാരണം അത്രയും ശ്രേഷ്ഠന്മാരായ അവരോട് ആത്മനിയന്ത്രണത്തോടു കൂടിയാണ് രാജാവ് പറയുന്നത്. എന്നിട്ട് 7 പറയുകയാണ്, അല്ലയോ പുണ്യാത്മാക്കളെ, ഏത് ശുഭകർമ്മത്താൽ ഇത് സംഭവിച്ചു? എൻ്റെ എന്തൊരു ശുഭകർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊരു സനകാദികളെ കാണാനുള്ള അവസരം ഉണ്ടായത്? ആശ്ചര്യം തന്നെ. യോഗികൾക്ക് പോലും ദർശനം
ഇത്തരം ഒരു അവസരം, ദർശനം വന്നു കാണുന്ന ഒരു അവസരം ലഭിക്കാൻ പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ യോഗികളായവർക്ക് പോലും ഈ സനകാദികളെ കാണുക എന്ന് പറയുന്നത് കുറേ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അവസരമാണ്, അങ്ങനെയുള്ള ഭഗവത് ദർശനമാണല്ലോ എനിക്ക് സാക്ഷാത്കരിച്ചത്. ഇതിൻ്റെ 8 പറയാണ്, ബ്രാഹ്മണനും ശിവനും വിഷ്ണുവും യാതൊരാളെക്കുറിച്ച് പ്രസാദിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ലഭിക്കുവാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഏറ്റവും ജ്ഞാനം തെരഞ്ഞ പ്രപഞ്ച രഹസ്യം അറിഞ്ഞവരും, പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയുന്നത് ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവാണല്ലോ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. പിന്നെ ശിവനും വിഷ്ണുവും. ഇതിൻ്റെ യാതൊരാളെക്കുറിച്ച് യാതൊരാളുടെ നേരെ പ്രസാദിക്കുന്നുവോ അവർ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഈ ജ്ഞാനമെല്ലാം അവർക്ക് നേടാവുന്നതേ ഉള്ളൂ. ഇഹലോകത്തിലും പരലോകത്തിലും നേടാൻ പറ്റാതായിട്ട് ഒന്നും ഇല്ല. എന്നിട്ട് 9 പറയുകയാണ്, എല്ലാവരും ദർശിക്കുന്ന പരമാത്മാവിനെ, എല്ലാവരെയും ദർശിക്കുന്ന പരമാത്മാവിനെ, പരമാത്മാവ് എല്ലാവരെയും ദർശിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും എന്തില്ല, പരമാത്മാവിനെ ദർശിക്കാൻ പറ്റില്ല. അപ്പോൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഈ സനകാദികളെ, ഈ സനകാദികൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന അവർക്കെല്ലാം ഇവിടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഭഗവാന്മാരെ ലോകത്തിലാരും ദർശിക്കുന്നില്ല. ഈ സനകാദികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ശാസ്ത്രത്തിന് അറിയാവുന്നത് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. പക്ഷേ പ്രപഞ്ചത്തിന് അതിനെ അറിയുക, പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല. എന്നിട്ട് 10 പറയാണ്, ആരുടെ ഗ്രഹത്തിൽ, ഏതൊരു ഗ്രഹത്തിലാണ് സംപൂജ്യന്മാർക്ക് വേണ്ടി, നല്ല ആൾക്കാർക്ക് വേണ്ടി പുല്ലും നിലവും സ്വാമിയും ഭൃത്യന്മാരും ഉണ്ടാകുന്നുവോ ആ സജ്ജനങ്ങളായ ഗൃഹസ്ഥന്മാർ. അപ്പോൾ ഏതൊരു ഗൃഹത്തിൽ എല്ലാം സുഭിക്ഷമാണ്, ആർക്ക് വേണ്ടി, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിൽ അദ്ദേഹം വലിയ ധനികനൊന്നും ആയിരിക്കില്ല. പക്ഷേ അദ്ദേഹം എന്താണ്, ധന്യനാണ്. അപ്പം നമ്മളെ വീട്ടിലുള്ള ഐശ്വര്യങ്ങൾ മുഴുവൻ സംപൂജ്യരായ നല്ലവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അവൻ ധനികനല്ലെങ്കിൽ, അത്ര വലിയ ധനികനൊന്നും ആയിരിക്കില്ലെങ്കിൽ അവർ ധന്യന്മാരാണ് എന്ന് പറയുകയാണ്. 11 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാതൊരു ഗൃഹത്തിൽ വൈഷ്ണവന്മാരുടെ പാദതീർത്ഥം ഒഴുകാതിരിക്കുന്നുവോ, അതായത് ഏതൊരു ഗൃഹത്തിൽ വൈഷ്ണവന്മാർ എന്ന് പറഞ്ഞാൽ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടത്. വിഷ്ണു ആണല്ലോ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷത്തെ പറ്റി ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യാത്ത വീടുകൾ, അവർ സമ്പന്നന്മാരായാണെങ്കിൽ കൂടി അവർക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും പാമ്പുകൾ ചുറ്റപ്പെട്ട മരങ്ങൾ പോലെയാണ് എന്ന് പറയുകയാണ്. അതായത് ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്ത്, എന്ത് സമ്പത്തുണ്ടെങ്കിലും ഈ സമ്പത്തിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം ആ വിഷ്ണുവാണ്. ഈ ലോകത്തിലുള്ള സമ്പത്തെല്ലാം വിഷ്ണുവിൻ്റേതാണ്. അല്ലാതെ പ്രപഞ്ചം ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിക്രമം കൊണ്ടുപോവുകയാണ്. ലോകം പുരോഗമിച്ചു കൊണ്ടുപോവുകയാണ്. ആ പുരോഗതി ആ കാലം തീരുമാനിച്ച പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമ്പത്ത് പുരോഗതി എല്ലാം ആ ശക്തി വിഭാവനം ചെയ്ത അനുസരിച്ചാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഗൃഹത്തിലുള്ളത്. അപ്പോൾ അത് അതിൻ്റെ കർമ്മത്തിൻ്റെ അതിൻ്റെ ഒരു സമ്പത്ത് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ എല്ലാം എൻ്റേതാണ് എന്ന് ചിന്തിക്കുന്നവരുടെ വീട്ടിൽ അത്
എത്ര വലിയ മരമാണെങ്കിലും പാമ്പ് വിഷം ചുറ്റിക്കിടക്കുന്ന മരത്തിന് സമാനമാണ് എന്ന് പറയുകയാണ്. അതായത് എല്ലാ കർമ്മങ്ങളും വീട്ടിൽ നടക്കുന്ന എല്ലാം ആ ശക്തിയുടേതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആണ് ഓരോ ആളും പ്രവർത്തിക്കേണ്ടത്. നമ്മുടേതായിട്ടൊന്നുമില്ല. ലോകം പുരോഗമിക്കുന്നു, അതിനനുസരിച്ച് എൻ്റെ വീടും പുരോഗമിക്കുന്നു. എൻ്റെ വീട് എന്ന ഒരു ചിന്താഗതി തന്നെ മാറ്റി വെക്കണം. ആ തരത്തിൽ നമ്മൾ ജീവിക്കണം. ഇനി 12 എന്നിട്ട് 12 പറയാണ്, ബ്രാഹ്മണോത്തമന്മാരായ ഭവാന്മാർക്ക് സ്വാഗതം. ബ്രാഹ്മണോത്തമന്മാർ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവർ, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയവർ, ബ്രഹ്മം തൊട്ട് സൃഷ്ടിയുടെ ആദ്യമുള്ള ആ ശക്തി വിശേഷത്തെ ബ്രഹ്മം തൊട്ട് ഉള്ള എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് അശ്വിനി കുമാരന്മാർ. അതുകൊണ്ടാണ് ബ്രാഹ്മണോത്തമന്മാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സ്വാഗതം പറയുകയാണ്. അത് എല്ലാ ജ്ഞാനം തികഞ്ഞവരായ അങ്ങേക്ക് സ്വാഗതം. കാരണം അങ്ങേര് എങ്ങനെയാണ് ഇപ്പോഴുള്ള ബാലന്മാരായി തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. അവരെപ്പോഴും ബാലന്മാരാണ്. എന്നിട്ടോ അതായത് സൃഷ്ടി സമയത്ത് ആദ്യമുണ്ടായ ആ വേദങ്ങൾ, ജ്ഞാനത്തിനെന്തില്ല, വാർദ്ധക്യം ഇല്ല. അപ്പം ജ്ഞാനങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് ഈ സനകാദികളെ കാണേണ്ടത്. അപ്പോൾ അതിനെന്തില്ല, വേദങ്ങൾക്കൊന്നും സയൻസിനൊരിക്കൊന്നുമില്ല, അത് പഴഞ്ചനാകുന്നില്ല. അങ്ങ് മോക്ഷാർത്ഥികളുമാണ്, സ്ഥിരപ്രജ്ഞരുമാണ്, മോക്ഷാർത്ഥികളുമാണ്, വ്രതങ്ങളുടെ പരിപാലകരുമാണ്, എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്നവരുമാണ്. ഇത് 13 പറയുന്നു, പൂർവ സുഹൃതങ്ങളാൽ അങ്ങ്, സുഹൃതം കൊണ്ടാണ് അങ്ങ് ഈ ജ്ഞാനം എന്ത് വരുന്നു, ദുഃഖമാകുന്ന സംസാര സാഗരത്തിൽ വീണുപോയവരായ ഞങ്ങൾക്ക് മോക്ഷമുണ്ടാകുമല്ലോ. അങ്ങിലൂടെയാണ് ദുഃഖമായ ഈ സാഗരത്തിൽ, സംസാര സാഗരത്തിൽ വീണ് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കി തരുന്നത്. അപ്പം നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അങ്ങിപ്പോൾ വന്നിരിക്കുന്നത്. അത് ജ്ഞാനത്തിലൂടെ വേണം നമ്മൾ ഈ സംസാര സാഗരത്തെ മറികടക്കാൻ. അസനകാദികളിലൂടെ ഉത്ഭവിച്ച ആ ജ്ഞാനത്തിലൂടെ വേണം നമ്മുടെ ഈ സംസാര ദുഃഖത്തെയെല്ലാം മറികടക്കാൻ. ആ ജ്ഞാനത്തിൻ്റെ സഹായത്താൽ തന്നെ നമ്മൾ ശ്രമിക്കണം. ഇനി 14 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക്, ഈ ഭഗവാന്മാരെല്ലാം എന്താണ്, ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രപഞ്ചമുണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ശക്തി വിശേഷമാണ്, ആ ജ്ഞാനമാണ്. ആ ജ്ഞാനം ആത്മാവാണ്. ആ ജ്ഞാനം ആത്മാവിൽ തന്നെയാണ് ദർശിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളിലൊന്നും ദർശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളോട് ക്ഷേമത്തെ പറ്റി അന്വേഷിക്കുന്നതിൽ ഒരു പ്രശസ്തിയുമില്ല. അങ്ങനെയൊക്കെ ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്ക് ക്ഷേമത്തിലും മറ്റുള്ളതിലും ഒന്നും ഒരു താല്പര്യമില്ല. നമ്മൾ ആത്മാവിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയൊരു വ്യക്തിയോട് എങ്ങനെ സുഖം തന്നെയെന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ട്? അങ്ങനത്തെ സുഖവുമില്ല, ദുഃഖവുമില്ല. എല്ലാം അങ്ങനെ ജ്ഞാനമാണ്. ജ്ഞാനത്തോട്, ജ്ഞാനം തികഞ്ഞ ആ ശക്തി വിശേഷത്തോട് ക്ഷേമ അന്വേഷണങ്ങളൊന്നും അന്വേഷിക്കുന്നതിൽ കാര്യമില്ല. കാരണം അത്തരം തോന്നലുകളൊന്നും ഭവാന്മാർക്കില്ല. ഭവാന്മാർക്ക് അങ്ങനെയുള്ള സുഖത്തിനെ പറ്റി അങ്ങനത്തെ തോന്നലുകളേയില്ല. അതിനാൽ സന്തപ്തന്മാരായ സുഹൃത്തുക്കളുടെ, അങ്ങയുടെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടാണ് അങ്ങ് മാറിയിരിക്കുന്നത്. നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് അങ്ങ് വേദങ്ങളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ സനകാദികളിലൂടെയാണല്ലോ അതെല്ലാം വരുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തായ അങ്ങയോട് ചിലത് ചോദിക്കട്ടെ, ഈ സംസാരക്ഷേമം എന്നത് ഏത് മാർഗത്തിലൂടെ നേടാം? ഈ സംസാരത്തിൽ ക്ഷേമം എന്നത് ഏത് മാർഗത്തിലൂടെ നേടാം? ഇനി 16 പറയുകയാണ്, സ്ഥിരപ്രജ്ഞരിൽ ആത്മതത്വമായി പ്രകാശിക്കുന്നു. ആ ശക്തി വിശേഷം ശ്രീഹരി സ്ഥിരപ്രജ്ഞരിൽ ആത്മതത്വമായി പ്രകാശിക്കുന്ന, ജന്മാതിരഹിതനും ജന്മവും മരണമൊന്നും ഇല്ലാത്ത ആയ ശ്രീനാരായണൻ സ്വഭക്തന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി, അപ്പം ശ്രീനാരായണൻ, അപ്പോൾ അദ്ദേഹത്തിന് എന്തില്ല, സ്ഥിരപ്രജ്ഞരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്
ആത്മതത്വമാണ്. ജന്മാദികളൊന്നും തന്നെ ഇല്ലാത്ത ആ ശ്രീഹരി സ്വഭക്തന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? യോഗീശ്വരന്മാരുടെ രൂപം ധരിച്ച്, അതായത് ഈ 4 സനകാദികളുടെ രൂപം ധരിച്ച് ലോകത്ത് സഞ്ചരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് 17 മൈത്രേയൻ പറയുകയാണ്, പൃഥ്വിൻ്റെ നീതിക്കു ചേർന്നതും. അദ്ദേഹം നല്ല നീതിമാൻ എന്ന നിലയിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അർത്ഥഗാംഭീര്യവുമായ വാക്കുകൾ കേട്ടിട്ട് സനകാദികൾ ചെറു പുഞ്ചിരിയോടുകൂടി മറുപടി പറയുകയാണ്. 18 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സനകാദികൾ പറയുകയാണ്, എല്ലാം അറിയുന്നവനെങ്കിലും അങ്ങേക്ക് എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചത് അറിയാതെ കൊണ്ട് ചോദിച്ചു എന്നല്ല. ഇതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്വജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി, മറ്റുള്ളവർക്ക് അറിവ് പകരുന്നതിന് വേണ്ടിയാണ് അങ്ങ് ചോദിച്ചത്. അല്ലാതെ അങ്ങേക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല. അപ്പം മറ്റുള്ള ജനങ്ങൾക്ക്, അതായത് നമുക്കെല്ലാം ഇതെല്ലാം വായിക്കുന്ന, നമുക്കും കേൾക്കുന്ന, ഇത് പലവരും പറഞ്ഞു കൊടുക്കുമ്പോൾ, ഭാഗവതം പറയുമ്പോഴെല്ലാം കേൾക്കുന്ന ജനങ്ങൾക്ക് അറിവ് പറയുന്നതിനായി ചോദിച്ച ചോദ്യം നല്ല ആൾക്കാർക്ക് ചേർന്ന ലക്ഷണം തന്നെയാണ്. അപ്പം നല്ല ആൾക്കാർക്ക് അവർക്കെല്ലാം അറിയെങ്കിലും മറ്റുള്ളവരൊന്നും മനസ്സിലായിക്കോട്ടെ എന്ന നിലയിൽ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ പറയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരും കേൾക്കും. ആ നിലയിൽ ചോദിച്ച നല്ല മനുഷ്യരുടെ ലക്ഷണം തന്നെയാണ്. എന്നിട്ട് 19 പറയുകയാണ്, സജ്ജനങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ലത് തന്നെയാണ്. അതായത് നല്ല ജ്ഞാനമുള്ള ആൾക്കാർ. ഇവിടെ ആരാണ് സജ്ജനങ്ങൾ? ഋതുവും സനകാദികളും. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ലത് തന്നെയാണ്. എന്തിന്? അവർ തമ്മിലുള്ള സംവാദം മറ്റുള്ളവർക്കും സുഖം നൽകും. അപ്പം അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടെ കേൾക്കാൻ കുറേ പേരുണ്ടാവില്ല. അവർക്ക് എന്ത് ചെയ്യും? സുഖം നൽകും. അങ്ങയ്ക്ക് 20 പറയാണ്, അങ്ങയ്ക്ക് ശ്രീഹരിയുടെ കഥ കേൾക്കുന്നതിന് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങയ്ക്ക് ശ്രീഹരിയുടെ കഥ കേൾക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് നമുക്ക് അറിയാം. അത് ഉള്ളിലെ എന്തുകൊണ്ട്? അത് കേൾക്കുന്നതിലൂടെ അങ്ങയുടെ ഉള്ളിലെ കാമമെന്ന അഴുക്കിനെ നീക്കിക്കളയുന്നു. അതിൻ്റെ ഫലമായിട്ട് അങ്ങയ്ക്ക് എന്തുണ്ടാകുന്നുണ്ട്? അങ്ങയോടുള്ള കാമമെന്ന അഴുക്ക് നീങ്ങിപ്പോകുന്നുണ്ട്. അതായത് ഇദ്ദേഹം എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റേ ദുഷിച്ച ചിന്തകളൊന്നും ഉള്ളിൽ കയറി വരാതിരിക്കാൻ അത് ആർക്കറിയാം? സനകാദികൾക്ക് അറിയാം. ഇനി 21 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ലവണ്ണം ഇതിന് വിചിന്തനം ചെയ്ത ശാസ്ത്രങ്ങളിൽ മനുഷ്യർക്ക് ഹേതുവായിട്ടുള്ളത് അത് തന്നെ. അപ്പം ശാസ്ത്രങ്ങളെ വേദങ്ങളിലെ 4 വേദങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയെല്ലാം ഈ വിഷയങ്ങൾ തന്നെയാണ് പ്രപഞ്ച രഹസ്യം മുഴുവനാണ് നല്ലവണ്ണം വിചിന്തനം ചെയ്തിട്ട് നടത്തിയിരിക്കുന്ന ശാസ്ത്രതത്വങ്ങളാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ ബ്രഹ്മരഹസ്യമാണ്. പ്രപഞ്ചം ആരിൽ നിന്നുണ്ടായത്, എന്തിനു വേണ്ടിയാണ് അതുണ്ടായിരിക്കുന്നത് എന്നുള്ള ആ ഒരു മായ നീക്കിയിട്ടുള്ള ആ വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം അത് ഏറ്റവും ശ്രേഷ്ഠം. മനുഷ്യർക്ക് ഏതുവായിട്ടുള്ളത് അത് തന്നെയാണ്. ആത്മാവിൽ കവിഞ്ഞുള്ള ദേഹാദികളിൽ വിരക്തിയും, അത് വിരക്തി വന്നിട്ടാണ് ആ ആത്മാവിൽ കവിഞ്ഞുള്ള വിരക്തി. അപ്പം വിരക്തി വന്നാൽ, ജീവിതത്തോട് വിരക്തി വന്ന് ഈ ഭൗതിക ലോകത്തോട് വിരക്തി വന്നാൽ മാത്രമേ അത് നേടാൻ പറ്റുകയുള്ളൂ. ആത്മാവിൽ അചഞ്ചലമായ ആസക്തിയും, നമ്മുടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ആ ബ്രഹ്മവുമായി, എന്താണ് ബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കാനുള്ള ആസക്തിയും ഏതോ അതുതന്നെ മഹത്തരമെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാം ചെയ്തു കൂട്ടുന്നത് ഏതോ ഒരു ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മളാണെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിനൊന്നും ഒരർത്ഥമില്ല. ഏതോ ഒരു ശക്തി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, നമ്മളെ സൃഷ്ടിച്ച് നമ്മളിലൂടെ നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഇനി 22 എന്നിട്ട് 22 പറയുകയാണ്, ആത്മരതിയും വിരക്തിയും.
അപ്പം എല്ലാ ഭൗതിക കാര്യങ്ങളിലും വിരക്തി വന്നിട്ട്, ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധങ്ങളുമായിട്ട് എല്ലാ ബന്ധങ്ങളിലും വിരക്തി വന്നിട്ട് ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ശ്രദ്ധാലുവും ആത്മാവിൽ തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ട് ഭഗവത് ഭക്ത ധർമ്മങ്ങളുടെ അനുഷ്ഠാനത്താൽ ദൈവത്തിന് വേണ്ടി, ആ ശക്തിക്ക് വേണ്ടിയാണ്, ആ ശക്തി നമ്മളെ ഒരു കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ആ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്ന നിലയിലുള്ള സൃഷ്ടി, നമ്മുടെ കർമ്മങ്ങൾ എല്ലാം അത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ്, അതാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ആ നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുക യോഗ സാധനകളാൽ, പിന്നെ യോഗയിലൂടെ എല്ലാം ശ്രമത്താലും ആത്മതത്വം മനസ്സിലാക്കാം. മഹാസിദ്ധന്മാരെ ഉപാസിക്കുന്നതിലും ഇത്തരം ആത്മതത്വങ്ങൾ തിരിച്ചറിയുവാൻ കഴിവുള്ളവരുമായിട്ട് യോഗം ചേരുക. എല്ലാം ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഒരു അർത്ഥമില്ല, നമ്മൾ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ തത്വം മനസ്സിലാക്കാൻ കഴിവുള്ള സിദ്ധന്മാർ അവരുമായിട്ടുള്ള ചേർച്ചയാലും ശ്രീഹരിയുടെ കഥയായാലും ശ്രീഹരിയെ പറ്റിയുള്ള കഥകൾ കേട്ടാലും എന്തുണ്ടാകും, ആ ആത്മതത്വം മനസ്സിലാകും. ഇനി 23 പറയുന്ന അർത്ഥനിഷ്ഠരായ താമസക്കാർ, താമസ സ്വഭാവമുള്ളവർ അർത്ഥത്തിൽ കാമിക്കുന്നവരാണ്. അതായത് സുഖഭോഗ വസ്തുക്കളിൽ സുഖിച്ച് നടക്കാൻ താല്പര്യമുള്ളവരെയാണ് ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ നിന്ന് കുടിച്ച് സുഖിച്ച് നടക്കണം. അങ്ങനെയുള്ള താമസക്കാരും കാമനിഷ്ഠരായ രാജസന്മാരും രജോ ഗുണമുള്ള ആൾക്കാർ, അവർക്കെന്താണ് പുതിയ ആഗ്രഹങ്ങൾ, കാമം, പുതിയ കാര്യം നേടാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യ പുതിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അത് രജോ ഗുണമായി മാറുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും മുതലായവരുമായി സല്ലപിക്കാൻ വൈമുഖ്യമുള്ളവർ അവരോട് കൂട്ടുകൂടാൻ തയ്യാറില്ല. സുഖിച്ച് നടക്കുന്നവരോട്, ഒരു കർമ്മവും ചെയ്യാതെ സുഖിച്ച് നടക്കുന്നവരും എന്തെല്ലോ നേടാൻ വേണ്ടിയിട്ട് കാമത്തിനടിമപ്പെട്ടുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ, അത് രജോ ഗുണമുള്ളവർ, അവരിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ശ്രീഹരിയുടെ ലീല ശ്രീഹരിയുടെ ലീലാശ്രവണങ്ങളിൽ താല്പര്യമില്ലാതെ, ശ്രീഹരിയുടെ കഥകൾ കേൾക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യും, തന്നിൽ തന്നെ സംതൃപ്തി അടയുന്നിടത്ത്, തന്നിൽ തന്നെ അന്തർലീനമായി തന്നിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലും എന്തുണ്ടാകുന്നു, ആ ഏകാന്തതയായിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് തന്നിൽ തന്നെ ആ ബ്രഹ്മത്തെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നാലും മതി, തന്നിൽ തന്നെ ചിന്ത അർപ്പിച്ചുകൊണ്ടിരുന്നാലും മതി. അല്ലാതെ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. തന്നിൽ തന്നെ ഏകാന്തമായ ഒരു സ്ഥലത്ത് എപ്പോഴും ഇരുന്നിട്ട് തന്നിലുള്ള ഞാനാരാണ്, എന്താണ് അങ്ങനെയുള്ള ചിന്തയായിട്ട് ഏകാന്തതയിൽ കഴിയുന്നവർക്കും ഒടുവിൽ എന്തുണ്ടാകും, ഈ ബ്രഹ്മതത്വത്തിലേക്ക് അടുക്കുവാൻ പറ്റും. ഇനി 24 വേറെ ചില വഴികളിലൂടെയും ഈ ബ്രഹ്മതത്വത്തിലേക്ക് അടുക്കാനുള്ള വഴികൾ പറയുകയാണ്. അഹിംസ, ഉപശമനാദി പരമനിഷ്ഠയോടുകൂടി ഭഗവത് ഗുണാനുസന്ധാനം, ഭഗവാന്റെ ഗുണങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചു കൊണ്ട് നീങ്ങുക, ശ്രീഹരിയുടെ കഥകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക, യമനിയമങ്ങൾ കൊണ്ട് യോഗാഭ്യാസത്തിലൂടെ കാമത്തെ പരിത്യജിച്ചുകൊണ്ട് ഇതര മാർഗങ്ങളെ നിന്ദിക്കാതിരിക്കുക. മറ്റുള്ളവരാരെങ്കിലും എന്തെല്ലോ ചെയ്യുന്നതിന് അതിനൊന്നും നിന്ദിക്കാതിരിക്കുക, അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുക. നിഷ്കാമ കർമ്മം കൊണ്ട് ചെയ്യുന്ന കർമ്മമെല്ലാം ലോകത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല എന്ന തരത്തിലുള്ള നിഷ്കാമ കർമ്മങ്ങൾ കൊണ്ടും ശീത ഉഷ്ണങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളെ സഹിച്ചുകൊണ്ടും എല്ലാം അങ്ങനെ, അതായത് ചൂട് തണുപ്പ് ഇതൊന്നും കാര്യമാക്കാതെ ജീവിക്കാൻ പറ്റുന്നവർക്കും ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഈ മാനസിക ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആ ചിന്തയിലേക്ക് എത്തിച്ചേരാൻ പറ്റും.
പിന്നെ 25 പറയാണ്, തുടരെ ശ്രീഹരിയുടെ കഥാശ്രവണത്തിൽ മുഴുകി. എപ്പോഴും ശ്രീഹരിയുടെ കഥകൾ, അല്ലെങ്കിൽ ശ്രീഹരിയുടെ കഥ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച രഹസ്യം തന്നെയാണ് ആ കഥയിലുള്ളത്. ഇവിടെ എല്ലാം പറയുന്നത് പ്രപഞ്ച രഹസ്യമാണ്. ആ കഥകളിൽ അങ്ങനെ മുഴുകിയിരിക്കുക, എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തി. അങ്ങനെ കഥയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാനെ പറ്റിയുള്ള ആ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ തന്നെ അതിൻ്റെ പല കാര്യകാരണങ്ങളിലൂടെയാണ് പല വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആ വസ്തുവിൽ നിന്നെല്ലാം വിരക്തി ഉണ്ടാവുക. എന്തെല്ലാമോ കാര്യകാരണങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിച്ച പ്രപഞ്ച വസ്തുക്കളിൽ ഒരു താല്പര്യവുമില്ലാതെ അവയിൽ വിരക്തി ഉണ്ടായിട്ടുണ്ട്. ഗുണാതീതമായ ശാശ്വത സ്വരൂപത്തിൽ, ഗുണാതീതമായ ശാശ്വതമായ ആ സ്വരൂപം, അതായത് ബ്രഹ്മസ്വരൂപം. ബ്രഹ്മത്തിനെന്താണ്? ഗുണാതീതനാണ്, ഗുണങ്ങളൊന്നുമില്ല, ശാശ്വതമായി എന്നെന്നും നിലനിൽക്കുന്നത് ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ, അതായത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ നിർഗുണമായ ബ്രഹ്മത്തിൽ ആസക്തി ഉണ്ടായാലും അത് സംഭവിക്കും. അങ്ങനെ കഥകളെല്ലാം കേട്ടിട്ട് ഏത് കഥയാണ് കേൾക്കുന്നത്? ശ്രീഹരി എന്ന് പറയുമ്പോൾ തന്നെ അത് ബ്രഹ്മമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ നിർഗുണമായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആ അവസ്ഥയിലെത്താം. അങ്ങനെ 26 പറയുകയാണ്, എപ്പോഴ് അത്തരത്തിൽ നിർഗുണമായ പരമാത്മാവിൽ അഭിലാഷം വിട്ടുമാറാത്ത അഭിലാഷം ഉണ്ടാകുന്നുവോ, ആ നിർഗുണമായ ബ്രഹ്മത്തിൽ മാത്രം നമ്മുടെ അഭിലാഷമെല്ലാം അതിലേക്ക് മാറ്റപ്പെടുന്നുവോ, അപ്പോഴൊക്കെ ഉണ്ടാകും മനസ്സിൽ ജ്ഞാനവൈരാഗ്യം ഉണ്ടാകും. ജ്ഞാനവും ഉണ്ടാകും. യഥാർത്ഥ ലോകത്തിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഏതാണ് എന്നുള്ള ജ്ഞാനവും ലഭിക്കും. അതോടുകൂടി ഈ ഭൗതിക ലോകത്തിലെ വിരക്തിയും ഉണ്ടാകും. ഏതുപോലെ എന്നാൽ ഇപ്പോൾ അഗ്നി ഏതിൽ നിന്നാണോ ഉണ്ടായത്? അരണിയിൽ നിന്നാണ്. അരണി കടയുമ്പോഴാണ് അഗ്നി ഉണ്ടാകുന്നത്. എന്നിട്ട് ആ കടയുന്ന അരണിയെ തന്നെ അഗ്നി ദഹിപ്പിച്ചില്ലാതാക്കുന്നത് പോലെ കർമ്മവാസനകളെ, അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനവൈരാഗ്യം എന്ത് ചെയ്യും? ഈ കർമ്മവാസനകളെയെല്ലാം നശിപ്പിച്ച് ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരുവാൻ വേദിയൊരുക്കപ്പെട്ടു. ഇനി 27 അങ്ങനെ 27 പറയാണ്, അങ്ങനെ അന്ധകരണങ്ങളെ ദഹിപ്പിച്ച് എല്ലാ ധർമ്മങ്ങളിൽ നിന്നും മോചനം നേടിയവന് പിന്നെ അവന് ധർമ്മങ്ങളൊന്നുമില്ല, ഈ ലോകത്തിൽ ചെയ്യാനൊന്നും തന്നെയില്ല, അവനൊരാഗ്രഹങ്ങളില്ല, അവൻ്റെ വിചാരങ്ങളെല്ലാം നശിച്ചു, അവൻ്റെ അന്ധകരണങ്ങളെയെല്ലാം അവൻ ദഹിപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ ധർമ്മങ്ങളൊന്നുമില്ല, എല്ലാ ധർമ്മങ്ങളിൽ നിന്നും മോചനം നേടി. പിന്നെ എന്താണ്? പിന്നെ പുറത്തും അകത്തും ഉള്ളതിനെ കാണുകയില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവൻ എത്തുമ്പം പിന്നെ അവൻ പുറത്തും അകത്തും ഒന്നും കാണാത്ത ഒരവസ്ഥയിലെത്തും. അവന് പിന്നെ ഒന്നും കാണാൻ പോകുന്നില്ല. അവരെ കണ്ണുകളെല്ലാം പ്രവർത്തനം നിലച്ചു, പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ ഏകദേശം എല്ലാം മതിയാക്കി, ഒന്നും കാണുകയും കേൾക്കുകയും ഇരിക്കുകയും ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തും. അപ്പോൾ പുറത്തും കാണുന്നില്ല, അകത്തും കാണുന്നില്ല. പിന്നെ അന്യരായിട്ടും താനുമായിട്ടും ഒരു വേർതിരിവ്, ഞാൻ മറ്റുള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയും അവനില്ല. ഞാൻ അല്ലേ അത് ഇത് എന്നുള്ള ചിന്താഗതിയൊന്നും അവനില്ല. അപ്പോഴെന്ത് പറ്റും? സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെപ്പോലെ ഉണർന്നു വരുമ്പോൾ എല്ലാം മറക്കുന്നത് പോലെ അവൻ ആ അവസ്ഥയിലെത്തുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യവും കാണുകയില്ല, കേൾക്കുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തും. പിന്നെ അവൻ ബ്രഹ്മത്തിലേക്ക് അവൻ്റെ ശരീരം അങ്ങ് ദ്രവിച്ചു പോകും. അപ്പോൾ അന്ധകരണങ്ങളെ ദഹിപ്പിക്കണം. അല്ലാതെ നമ്മൾ അന്ധകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ, മനസ്സ് ബുദ്ധി ഇതെല്ലാം കണ്ണും കാതും എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്തുണ്ട്?
നമ്മൾ ജാഗ്രത സ്വപ്നാവസ്ഥയിലുള്ള മനുഷ്യരാണ്. നമ്മൾ ജാഗ്രതാവസ്ഥയിലോ അല്ലെ സ്വപ്നാവസ്ഥയിലുള്ള മനുഷ്യർക്ക് സമാനമാണ്. അപ്പോൾ എന്ത് പറ്റും? തന്നെയും ദൃശ്യമായ മറ്റുള്ളതിനെയെല്ലാം അന്യമായി അവ തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയും താനും മറ്റുള്ള വസ്തുക്കളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകും. അവരെയെല്ലാം പലതായി ഭിന്നമായി കാണുകയും ചെയ്യുന്നു. ഇപ്പം ജാഗ്രത സ്വപ്നാവസ്ഥയിൽ നമ്മൾ ഞാനുണ്ട്, മറ്റുള്ള ചുറ്റുമുണ്ട്, അവർ തമ്മിൽ എന്തെല്ലോ ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം എപ്പോഴേ ഉള്ളൂ? ജാഗ്രതയിലും സ്വപ്നാവസ്ഥയിലുമേ ഉള്ളൂ. എല്ലാത്ത അവസ്ഥയിൽ, ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ നല്ല ഗാഠനിദ്രയിൽ ഞാനുമില്ല, പ്രപഞ്ചവുമില്ല, അവ തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരും ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ. ഒന്നും കാണാനും കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, ഒന്നുമില്ല, ഒരു വ്യത്യാസം, പുറത്തുമില്ല, അകത്തുമില്ല, ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. ഗാഠനിദ്ര പോലെയുള്ള ഒരവസ്ഥ. അല്ലാത്തപ്പോൾ ഈ അവസ്ഥയിൽ ഒന്നും തന്നെയില്ല. നമ്മൾ ഗാഠനിദ്രയ്ക്ക് നമുക്കൊന്നും തന്നെയില്ല ലോകത്തിൽ. ആ അവസ്ഥ മാതിരിയായിത്തീരും ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ. ഇനി 29 അതൊരു ഉദാഹരണ സഹിതം പറയുകയാണ്. ജനങ്ങൾ കണ്ണാടിയിലോ ജലത്തിലുമാണ് നമ്മളെ ഛായ കാണുന്നത്. നമ്മളെ തന്നെ കാണുന്നത് എപ്പോഴാണ്? കണ്ണാടിയിലോ ജലത്തിലോ നോക്കുമ്പോഴാണ്. അല്ലാതപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. അല്ലാതപ്പോൾ നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എവിടെയെല്ലാം കാണാമെന്നല്ലാതെ നമ്മൾ അതേ രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല. അതേ ഉള്ള പോലെ തന്നെ നമ്മളെ തന്നെ മറന്നുപോകും എന്ന് പറയുകയാണ്. ഇനി 30 ഇപ്പോൾ വേറൊരു ഉദാഹരണ സഹിതം പറയുകയാണ്. 30 വെള്ളത്തെ ചെടി വലിച്ചെടുക്കുന്നത് പോലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനസ്സ്, നമ്മുടെ മനസ്സ് ചുറ്റും കാണുന്ന വിഷയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പലതിനെ കണ്ടിട്ട്, പല വിഷയങ്ങളെ കണ്ടിട്ട് അവയിൽ ആകർഷിക്കപ്പെടുന്നു. ഏത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അവയിൽ ആകർഷിക്കപ്പെട്ടിട്ട് ഏതുപോലെയാണ് ആകർഷിക്കപ്പെടുന്നത്? ചെടികൾ വെള്ളം ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ചുറ്റുമുള്ള വസ്തുക്കളെയെല്ലാം കണ്ണിലൂട്ടിയെല്ലാം കാണുന്നു. എന്നിട്ട് ഇന്ദ്രിയങ്ങളിൽ അതിൽ ആകൃഷ്ടരാകുന്നു. എന്നിട്ട് അവയെ തന്നിലേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഇനി 31 അങ്ങനെ ഇന്ദ്രിയങ്ങൾ അവയുമായിട്ട് ആകർഷിക്കുന്ന മനസ്സിനാൽ ബുദ്ധി ഭ്രമിപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെ പുറത്തുള്ള വിഷയങ്ങളെയെല്ലാം കണ്ടിട്ട് മനസ്സിൽ അത് ആകൃഷ്ടരാകുമ്പോൾ, ഇന്ദ്രിയങ്ങൾ അതിൽ ആകൃഷ്ടരാകുമ്പോൾ, കണ്ണൊരു പൂവാകുമ്പോൾ നല്ല സുന്ദരമായ പൂവ്, അപ്പോൾ ആകൃഷ്ടരാകുമ്പോൾ ബുദ്ധി അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സ്മൃതി ഭ്രംശം സംഭവിക്കുന്നത്. അപ്പോൾ ജ്ഞാനഭ്രംശം സംഭവിക്കും. അതുതന്നെ ആത്മനാശം. അതായത് ബ്രഹ്മജ്ഞാനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ ഭൗതിക വസ്തുക്കളിലോടുള്ള നോട്ടമാണ്. ഈ ഭൗതിക വസ്തുക്കളോടെല്ലാം കാണുക, അതിൽ ആകർഷിക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് ബുദ്ധിയായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നത്. അതിൽ നിന്നും വിടാതെ അതിനെല്ലാം മറന്നുകൊണ്ട് മാത്രമേ, ഒന്നും കാണാതെ കേൾക്കാതെ അവസ്ഥയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. ഇനി 32 അങ്ങനെ 32 പറയുകയാണ്, മനുഷ്യൻ യാതൊന്നിലാണോ മറ്റു വിഷയങ്ങളിൽ അതിപ്രിയത്വം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുന്നു, അതിൽ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ കാണുന്നു, അതിൽ ചിലതിൽ ആകൃഷ്ടരാകുന്നു, ഇന്ദ്രിയങ്ങൾ അതിലായിട്ട് ആകൃഷ്ടരാകുന്നു, മനസ്സ് അതിൻ്റെ പേരിൽ ഭ്രമിക്കുന്നു, ബുദ്ധി അതിൻ്റെ പേരിൽ ഭ്രമിക്കുമ്പോൾ നമ്മുടെ അപ്പോൾ ചിലതോട് അതിപ്രിയം തോന്നുമ്പോൾ ആ ആത്മാവിന് എന്ത് പറ്റുന്നു? നാശം സംഭവിക്കുന്നു. അത് നേരെ പറഞ്ഞു. പിന്നെ ആത്മതത്വത്തിലേക്ക്, ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ഓരോന്നിലും ആകൃഷ്ടമായി മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മെ നയിക്കുന്ന ബ്രഹ്മത്തെ തിരിച്ചറിയാൻ പറ്റില്ല.
അപ്പോൾ അതുമൂലം നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മിൽ തന്നെ സംഭവിക്കുന്ന ദോഷത്തിൽ ആ ദോഷത്തിൽ കവിഞ്ഞ് വേറൊരു ദോഷമില്ല എന്ന് പറയുകയാണ്. നമുക്ക് സംഭവിക്കാവുന്നതിലെ ഏറ്റവും വലിയ ദോഷം ഈ വസ്തുക്കളിൽ ഭ്രമമുണ്ടായിട്ട് പരിസരം നഷ്ടപ്പെടുന്ന യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. പുറത്തുള്ളതിൽ നമ്മൾ ആകൃഷ്ടരായി പോയി കഴിഞ്ഞാൽ നാം എന്താണ്, നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. അതായത് ഞാൻ എന്നതിനുള്ള ദോഷം, സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദോഷം എന്താണോ അത് ഈ ഒരു സംഭവമാണ്. അതായത് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അതാണ് ഏറ്റവും വലിയ ദോഷമെന്ന് പറയുകയാണ്. ഇനി 33 പറയാണ്, അർത്ഥകാമത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്ത. അർത്ഥവും കാമവും, പുരുഷാർത്ഥത്തിലെ അർത്ഥം കാമം, ഇതാണ് ഏറ്റവും ദോഷമെന്ന്. ധർമ്മം അർത്ഥം കാമം മോശമാണ്. അതിൽ അർത്ഥം കാമമാണ് ഏറ്റവും മോശം എന്ന് പറയുകയാണ്. അപ്പം അർത്ഥകാമത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തന, പണമുണ്ടാക്കാൻ മറ്റുള്ളതുള്ള കാമവും, ഈ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷാർത്ഥങ്ങൾ തന്നെ നശിക്കുകയാണ്. പുരുഷാർത്ഥങ്ങൾ ധർമ്മ അർത്ഥം കാമം മോശം, ഈ രണ്ടിൽ താല്പര്യം വന്നു വെച്ചാൽ പിന്നെ അത് പുരുഷാർത്ഥത്തിൻ്റെ തന്നെ നാശമാണ്. അതിലൂടെ ജ്ഞാനവിജ്ഞാനങ്ങളെ നശിച്ച് ജ്ഞാനബുദ്ധിയും ജ്ഞാനവും നേടാനുള്ള കഴിവും എല്ലാം നശിച്ച് സ്ഥാവരത്തെ പ്രാപിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതിക വസ്തുക്കളോടുള്ള മനസ്സതായിട്ട് ഒട്ടിച്ചേരുന്നു. ഇനി 34 എന്നിട്ട് 34 പറയുന്ന, നരക ദുഃഖമാകുന്ന ഘോരാന്ധകരത്തിൽ മറികടക്കാൻ, നരക ദുഃഖമാകുന്ന ഘോരാന്ധകാരത്തിൽ, നരകം എന്ന് പറയുന്നത് ദുഃഖിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഘോരമായ അന്ധകാരം എന്നുള്ള അവസ്ഥ. ഏറ്റവും ഘോരമായ അന്ധകാരമുള്ള അവസ്ഥ, അതിനെയാണ് നരകം എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ ദുഃഖിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയെ മറികടക്കാൻ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 4 പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഏതൊന്നാണോ നമ്മുടെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിൽ ആസക്തി വെക്കരുത്. ഈ 4-ൽ ഏതിലാണോ നമ്മുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന്, സത്യത്തെ കണ്ടെത്തുന്നതിന്, ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് നേടുന്നതിന് തടസ്സമായി നിൽക്കുന്നത്, ആ പുരുഷാർത്ഥങ്ങൾ ഏതൊന്നാണോ അത് നമുക്ക് തടസ്സമാണ്. അധികം എന്തായിരിക്കും? ധർമ്മവും അർത്ഥവും അർത്ഥവും കാമവും തന്നെ ആയിരിക്കും. അപ്പം അതിൽ വെച്ചാൽ എന്ത് പറ്റും? അതിൽ ഒരിക്കലും ആസക്തി വെക്കരുത്. അതിൽ ആസക്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നരക ദുഃഖമാകുന്ന ഘോരാന്ധകാരത്തിൽ പതിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴും 4 ഏതാണോ എന്നേ പറഞ്ഞോളൂ. ഏതൊന്നാണോ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് അതിൽ ആസക്തി വെക്കരുത് എന്ന് പറയുകയാണ്. പക്ഷെ അതേസമയം അടുത്തതിൽ 35 എന്താണ് പറയുന്നു? അതിൽ മോക്ഷം ശാശ്വതമായതാണ്. അപ്പം മോക്ഷം ലഭിക്കാനുള്ള ആസക്തി കുഴപ്പമില്ല, അത് ശാശ്വതമാണ്. കാരണം ബാക്കി 3 കാലഭയം ഉണ്ടാക്കുന്നതാണ്. ബാക്കി 3-നും കാലഭയം ഉണ്ടാക്കും. ധർമ്മത്തിന് വേണ്ടി നമ്മളൊരു ധർമ്മം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ പേരിൽ പ്രതിബന്ധങ്ങൾ, തടസ്സം. ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളും പിന്നെ രാത്രി ഉറക്കില്ലാത്ത അവസ്ഥ വരും. അതും ഗുണമൊന്നുമല്ല. അർത്ഥവും കാമവും എന്നും പറഞ്ഞാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സൂഹിക്കാൻ വേണ്ടിയിട്ടില്ല, അതും മോശം. അതാണ് ഏറ്റവും മോശം. ധർമ്മവും ധർമ്മചിന്തകളും ഈ മോക്ഷപ്രാപ്തിക്ക് തടസ്സം തന്നെയാണ്. തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം. പിന്നെ മോക്ഷപ്രാപ്തി കുഴപ്പമില്ല, അതാണ് ശാശ്വതമായത്.
പക്ഷേ മറ്റേ മൂന്നും കാലഭയമുണ്ടാക്കും എന്ന് പറയുകയാണ്. ഇനി 36 പറയുകയാണ്, ഉയർന്നതും താഴ്ന്നതുമായ ചില സൃഷ്ടികൾ ജനന മരണങ്ങളുടെ, എല്ലാവർക്കും ഒന്നുണ്ട്, ജനനവും മരണവും ഉണ്ട്. അപ്പോൾ ഉയർന്ന ജീവികളുണ്ട്, താഴ്ന്ന ജീവികളുണ്ട്. അങ്ങനെ എങ്ങനെ ജീവിച്ചിട്ടും ഇങ്ങനെ ജനന മരണം തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്നൊന്നും ശാശ്വതമായ രക്ഷ കിട്ടുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ജനിച്ച് മരിച്ച് പിന്നെയും കർമ്മം ചെയ്ത് ജനിച്ച് മരിച്ചു ഇങ്ങനെ പോയത് കൊണ്ട് മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല. മോക്ഷം ലഭിക്കണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിരക്തി വന്നിട്ട് പോയേ പറ്റും. എന്നിട്ട് 37 പറയുകയാണ്. 37 എന്താ പറയുന്നത് വെച്ചാൽ, ഹേ രാജാവേ എന്ന് പറയുകയാണ്. അല്ലയോ രാജാവേ, അതുകൊണ്ട് എന്ത് വേണം? ദേഹം, ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നിവയാൽ ആഭരണമായിപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇതിനെല്ലാം മൂടുന്ന കാര്യങ്ങളാണ്, ഒരു മൂടുപടമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഏതെല്ലാം? ദേഹം, ഇന്ദ്രിയം, ബുദ്ധി, അഹങ്കാരം, മനസ്സ് എന്നിവ ആവരണം ചെയ്യപ്പെട്ട, എവിടെയാണ് ഇതെല്ലാം ആവരണം ചെയ്തിരിക്കുന്നത്? ജംഗമവും സാവവുമായ സ്ഥാവര ജംഗമ വസ്തുക്കളായ അതിൻ്റെ എല്ലാം ഇരിപ്പിടം എവിടെയാണ്? ഹൃദയത്തിൽ. അപ്പം ഇതിൻ്റെ എല്ലാം ഇരിപ്പിടം സ്ഥാവര ജംഗമ വസ്തുക്കളുടെ എല്ലാം ഇരിപ്പിടമായ ഹൃദയത്തിൻ്റെ അകത്തായിരിക്കുന്നുണ്ട് അന്തരാമിയായി സ്വയം പ്രകാശിക്കുന്ന ഈശ്വരനെ. അപ്പം അതിൻ്റെ ഉള്ളിലൊരു ഈശ്വരനുണ്ട് ഹൃദയത്തിൽ. അവിടെയാണ് അതിൻ്റെ കേന്ദ്രം. അത് അവിടെ കിടന്നിട്ട് പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശിക്കുന്ന ഈശ്വരനെ ഞാൻ തന്നെ എന്ന ഭാവത്തിൽ അറിയുവാൻ ശ്രമിക്കുക. ഇപ്പം എന്ത് വേണം? നമ്മളെ ഹൃദയത്തിൽ ആ ശക്തിവിശേഷം അവിടെ നിന്നുകൊണ്ടാണ് ഈ നാഡികളിലൂടെ എല്ലാം നമ്മളെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നാഡികളെയും പ്രവർത്തിപ്പിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ നിന്നാണ് ആ ശക്തിവിശേഷം എല്ലാ അവയവങ്ങളെയും പ്രകോപിപ്പിക്കുന്നത്, കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പ്രകാശിക്കുന്ന ആ ശക്തിവിശേഷമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഞാൻ, അല്ലാതെ ഈ ശരീരമൊന്നും അല്ല എന്ന നിലയിൽ ഉപാസിക്കുക, അറിയുക എന്ന് പറയുകയാണ്. ആരോട്? പൃഥ്വിനോട്. ഇനി 38 ഒരു ഉപമയായിട്ട് പറയുകയാണ്. പൂമാല സർപ്പമായി തോന്നുന്നത് പോലെ, പൂമാലയായിരിക്കുന്നതിനെ സർപ്പമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇരുട്ടത്തെല്ലാം ഒരു നല്ല മാലയാടിയുണ്ട് പൂമാല, അതിനെ നമുക്ക് സർപ്പമായിട്ട് തോന്നും. അതുപോലെ ഏതൊരു ഈശ്വരൻ മായയാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഈശ്വരനാണ് അത്, മായയാൽ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിനകത്തിരുന്നു കൊണ്ട് വസിക്കുന്നുവോ, ഇതിനെയെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ട് വസിക്കുന്നുവോ, ആ ഈശ്വരനെ ശരണം പ്രാപിക്കണം. അപ്പോൾ ആ ഈശ്വരനാണ് ഒരു മായയിലൂടെയാണ് ഈ പ്രപഞ്ചമായി മാറിയിട്ട് അതിൻ്റെ അകത്തിരുന്നു കൊണ്ടാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. ആ ഈശ്വരനെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. എന്നിട്ട് 39 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യാതൊരു മനുഷ്യൻ ആ പുരുഷനെ അനുസ്മരിച്ചുകൊണ്ട്, അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പുരുഷനെ, ആ ഈശ്വരനെ മാത്രം ഓർത്തുകൊണ്ട് കർമ്മങ്ങളാൽ ബന്ധപ്പെട്ട ഹൃദയഗ്രന്ഥിയെ അറുത്തെറിയുന്നുവോ, ഹൃദയഗ്രന്ഥിയിലൂടെയാണ് നമ്മുടെ ശരീരത്തെയെല്ലാം നാഡികളെയെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് പുതിയ പല പല കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ കർമ്മബന്ധങ്ങളെ മുഴുവൻ അറുത്ത് എറിയണം. അപ്പം പിന്നെ നമുക്ക് കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. ആ ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഈശ്വരൻ ഈ നാഡികളിലൂടെയൊന്നും അവയവങ്ങളെയൊന്നും പ്രവർത്തിപ്പിക്കില്ല. അപ്പോൾ ആ കർമ്മങ്ങളെ മുഴുവൻ ആ ഹൃദയഗ്രന്ഥിയിൽ വെച്ചുകൊണ്ട് തന്നെ അറുത്ത് വേർപെടുത്തിയിട്ട് അതിനെ സ്വതന്ത്രമാക്കണം. ഇതിനെ, ആ ഈശ്വരനെ.
അത് യോഗികൾക്ക് പോലും, വിഷയവിരക്തി വന്ന യോഗികൾക്ക് പോലും പ്രയാസമുള്ള കാര്യമാണ്. യോഗയിലൂടെ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്ന് നടന്നു കഴിഞ്ഞാലും അത് സാധിക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് ആ ഹൃദയഗന്ധിയാളിൽ ഇരുന്നു കൊണ്ടാണ് ഈശ്വരൻ ഈ ശരീരത്തെ മുഴുവൻ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അതിനെ മുഴുവൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ആ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുവാനാണ് ബുദ്ധിയോട് പറയുന്നത്. ആ ഈശ്വരനെ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ ഈശ്വരനിൽ ഭജിച്ച് അതുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഹൃദയങ്ങളെ നാടികളിലൂടെയൊന്നും പ്രവർത്തിപ്പിക്കില്ല. നമ്മൾ ഈ ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അത് യോഗികൾക്ക് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. യോഗയിലൂടെ സാധിക്കുക എന്നത് കുറേ പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് 40 പറയുകയാണ്, സംസാര സാഗരത്തെ ഇങ്ങനെയുള്ള അങ്ങനെ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉപേക്ഷിക്കാം. അപ്പം ഈ സംസാര സാഗരത്തെ മറികടക്കുവാൻ ഈശ്വരനെ ഇല്ലാത്തവർക്ക് കഷ്ടപ്പാടാണ്. ഈശ്വര വിശ്വാസമില്ലാത്തവർക്ക് അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ഈശ്വരനുണ്ട്, അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന ചിന്തയില്ലാത്ത യുക്തിവാദികൾക്ക് അത് നടക്കില്ല. ഇതാർക്കേ സാധിക്കുള്ളൂ? അല്പമെങ്കിലും ഒരു ചിന്ത വേണം. ഇങ്ങനെ ഒരു ഈശ്വരനുണ്ടോ, നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ നിരീശ്വരവാദികൾക്ക് ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം, ഞാനെന്ന ചിന്തയിലേക്ക് മുഴുകിപ്പോയാൽ ആ ആൾക്കാർക്കൊന്നും ഇത് സാധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഈശ്വര ചിന്ത ഇല്ലാതെ വേണമെങ്കിൽ യോഗാഭ്യാസത്തിലൂടെ ഒന്ന് പരീക്ഷണം എന്ന നിലയിൽ നടക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്ക് അതെങ്ങനെയായിരിക്കും? സംസാരമാകുന്ന മുതലകളെല്ലാം നിറഞ്ഞിരിക്കുന്ന സമുദ്രത്തെ യോഗ സാധനകളാൽ മറികടക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. സാഗരത്തിൽ മുഴുവൻ മുതലകളാണ്. അതിൽ പല വഴിയിലൂടെയും ആ സാഗരത്തെ മറികടക്കുവാൻ പോകുന്നത് പോലെ പ്രയാസമാണ് അത്. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? ശ്രീഹരിയെ അതുകൊണ്ട് അങ്ങക്ക് പറ്റിയ ഏതാണ്? ശ്രീഹരിയെ, ആ ഈശ്വരൻ്റെ ചിന്ത, കഥകൾ കേട്ടുകൊണ്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിലൂടെ ഭജനാർഹമായ കപ്പൽ ആക്കി ആ ശ്രീഹരിയുടെ കഥകളെ ഭജിച്ചുകൊണ്ട് അതൊരു കപ്പലാക്കിക്കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ദുഃഖപൂർണമായ സംസാരത്തെ മറികടക്കുക. അപ്പം ശ്രീഹരിയുടെ കഥകൾ കേട്ടുകൊണ്ട് അതിൽ ഭജിച്ചുകൊണ്ട് അതിനെ ഒരു കപ്പൽ എന്ന നിലയിൽ കണ്ടുകൊണ്ട് അതിലൂടെ സംസാരത്തെ മറികടക്കുക. അപ്പം ഈശ്വര ഭക്തിയിലൂടെ അങ്ങ് പോയേക്കുക. ആ ഈശ്വരനുണ്ട്, അങ്ങനെ ഒരു ഈശ്വരനുണ്ട് എന്ന ചിന്തയോടുകൂടി തന്നെ ആ കപ്പലിൽ കയറിക്കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഈശ്വരൻ ഇല്ല എന്നും ചിന്തിച്ചു പോയാൽ നടക്കില്ല. യോഗാഭ്യാസം എല്ലാം ചെയ്തു കഴിഞ്ഞാലും കുറേയെല്ലാം നടക്കാം, എന്നാലും അത് അത്ര എളുപ്പമല്ല. ഒന്നാമത് നമുക്ക് വേണ്ടത് നമ്മളെ ഏതെങ്കിലും ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത. ആ ശക്തി തന്നെയാണ് ഈശ്വരൻ. ആ ഒരു ചിന്ത ഉണ്ടായാലേ പറ്റും. ഇതിൻ്റെ 41 മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരമുള്ള സനകാദികളുടെ ഉപദേശങ്ങളെല്ലാം കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പം 42 പൃഥ്വി പറയുകയാണ്, ഹേ ബ്രഹ്മസ്വരൂപനായ ജ്ഞാനനിധി, അങ്ങ് ബ്രഹ്മസ്വരൂപനാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞമാണ്. ശ്രീഹരിയാൻ അനുഗ്രഹം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. പണ്ട് തന്നെ ശ്രീഹരി എനിക്ക് വന്നിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ട് അനുഗ്രഹങ്ങളെല്ലാം ചൊരിഞ്ഞിട്ടുണ്ട്. അതിനെ നിറവേറ്റുവാനായിക്കൊണ്ടാണ് അങ്ങ് വന്ന് ചേർന്നത്. അത് നിറവേറ്റുവാൻ ശ്രീഹരി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കെല്ലാം നേടുന്നു. പക്ഷേ അത് നിറവേറ്റി തരാൻ വേണ്ടിയാണ് അങ്ങിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് 43 പറയാണ്, കാരുണികന്മാരായ ഭവാന്മാരെ, അതായത് 4 പേരുണ്ടല്ലോ. അപ്പോൾ നല്ല കരുണയുള്ളവരാണ്. എന്നെ ആ ശ്രീഹരി അനുഗ്രഹിച്ച തരത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്
വന്നിരിക്കുന്നത് അങ്ങ് ഇതെല്ലാം നിറവേറ്റുകയും ചെയ്തു. അങ്ങ് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. എന്നിട്ട് എന്ത് പറയാണ്? എൻ്റെ എല്ലാം, എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ, ഈ രാജകൊട്ടാരം എന്തെല്ലാം ഉണ്ടെങ്കിലും അത് സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. എനിക്കെന്തെല്ലാം ഈ ലോകത്തിലുണ്ടോ, രാജാവാണല്ലോ, രാജാവിന് പ്രപഞ്ചത്തിൻ്റെ ഈ 17 ലോകങ്ങളെയും നയിക്കുന്ന ആ ശക്തിവിശേഷം, രാജാക്കന്മാരെ സൃഷ്ടിച്ച് അതിലൂടെ ലോകത്തെ പരിപാലിക്കുന്ന ശക്തിവിശേഷമാണ് ഈ കൃത്യം. അപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റേതാണെങ്കിലും അതെല്ലാം സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ്. അതെല്ലാം അവരെനിക്ക് തന്നതാണ്, അവർ തന്നിരിക്കുന്നതാണ്. അതിനാൽ ഞാൻ എന്ത് തരട്ടെ? എനിക്കിതിൽ നിന്നൊന്നും അങ്ങേക്ക് തരാനുമില്ല. കാരണം ഇതൊന്നും എൻ്റേതല്ല. എന്നിട്ട് 44 പറയാൻ, എൻ്റെ ഈ ജീവൻ എന്നത്, പത്നി എന്നത്, പുത്രൻ എന്നത്, ഭവനങ്ങൾ എന്നത്, രാജാധികാരം, സൈന്യം, ഭൂമി, ഖജാന എന്നിവയെല്ലാം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിവേദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഭൃത്യൻ പ്രഭുവിന് ചിലപ്പോൾ ഭൃത്യന്മാരിരുന്നിട്ട് പ്രഭുവിന് വെറ്റില എങ്ങനെ എടുത്ത് കൊടുക്കുമല്ലോ, വെറ്റില മുറുക്കാൻ വേണ്ടിയിട്ട്. വെറ്റില ഇതല്ല, ആ വെറ്റില മുറുക്കുമല്ല ആരെയല്ല? ഭൃത്യൻ്റെ അല്ല. ഭൃത്യൻ കീശ എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാകുന്നതല്ല. ഇതെല്ലാം ആരെ തന്നെയാണ്? ഈ പ്രഭുവിൻ്റെ തന്നെയാണ്. പ്രഭുവിൻ്റെ തന്നെ ആ സാധനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അപ്പം അവൻ്റെതല്ലത്, അവനൊരു സേവനം മാത്രമാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അധികാരങ്ങൾ എനിക്കുണ്ടോ, എന്തെല്ലാം എനിക്കുണ്ടോ, അതൊന്നും എൻ്റേതല്ല. ഞാൻ സേവനമെന്ന നിലയിലാണ് അതെടുത്ത് കൊടുക്കുന്നത്. അതാണ് രാജാവിൻ്റെ ധർമ്മം. എന്തെല്ലാം രാജമുണ്ടോ അതൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല. അദ്ദേഹം ഒരു സേവകൻ മാത്രമാണ്, രാജാവ്. അയാൾക്കതിനകത്ത് ഒരധികാരമില്ല. ഒരു ഭൃത്യന് വെറ്റിലയും 100 എല്ലാം ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അവൻ്റെയാണോ അത്? അവരെടുത്തു കൊടുക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പ്രഭുവിന് തുമ്പുമ്പോൾ എടുത്തിങ്ങനെ കൊടുക്കും. അതുപോലെ രാജാവും ചെയ്യേണ്ടത് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളത് അതൊന്നും രാജാവിൻ്റേതല്ല. എന്നിട്ടോ 45 സേനാനായകത്വം, രാജാധികാരം, ദണ്ഡനാധികാരം, ആരെങ്കിലും കുറ്റം ചെയ്താൽ ദണ്ഡിക്കാനുള്ള അധികാരം എന്നിവയെല്ലാം വേദജ്ഞരായ ബ്രാഹ്മണരാന് മാത്രം അർഹിക്കുന്നതാണ്. ഇതെല്ലാം വേദജ്ഞരായ, വേദം ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോന്നുണ്ടാക്കിയിരിക്കുന്ന ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടാണെന്നാണ് ഇന്നത്തെ ബ്രാഹ്മണരെ എല്ലാം ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കി കൊടുത്തതാണ്. രാജാവിന് നല്ലൊരു ഇരിക്കാൻ കസേര ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ മെറ്റീരിയൽ, അതുണ്ടാക്കേണ്ട എൻജിനീയറിംഗ് എല്ലാം ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതാണ്. അങ്ങേര് ഉപയോഗിക്കുന്ന ഭരണ സംവിധാനം, ഭരണ നിയമങ്ങൾ, അങ്ങേര് നടപ്പാക്കുന്ന നിയമങ്ങൾ, ശിക്ഷിക്കുന്ന ഉപകരണങ്ങൾ എല്ലാം ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിമാന്മാർ ഉണ്ടാക്കിക്കൊടുത്തതാണ്. അദ്ദേഹം അതെടുത്ത് പ്രയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണ്. ഈ ലോകം ഈ നിലയിൽ പുരോഗമിച്ചത് ചിന്തകരായ ആൾക്കാരാണ്, ബുദ്ധിമാന്മാരാണ്, രാജാക്കന്മാരല്ല, മുതലാളിമാരല്ല, ഭരണകർത്താക്കളല്ല. ഈ ലോകത്തെ ഈ നിലയിലെത്തിച്ചത് ചിന്തകരായ ശാസ്ത്രജ്ഞന്മാരാണ്, ബ്രാഹ്മണരാണ്. അവരെ നമ്മൾ അറിയുക പോലുമില്ല. നമ്മൾ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കണ്ടാ ഞാൻ ഭരിക്കുമ്പോൾ ഇത് ഇന്നല്ല നടക്കുക, ഇന്നല്ല, ഇതെല്ലാം ആര് കണ്ടുപിടിച്ചതാണ്? ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാർ. അല്ല രാജാക്കന്മാർക്ക് ഇതിൻ്റെ അകത്ത് എന്താ കാര്യം? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആരാണ്? ബുദ്ധിമാനായ ഒരാൾ. അപ്പം ഇതൊന്നും രാജാവിന് അവകാശപ്പെട്ട, രാജാവിന് ഒരു ചുക്കുമില്ല.
ഒരു ഭൃത്യൻ പ്രഭുവിന് വെറ്റില കൊടുക്കുന്നതിന് മാത്രമുള്ള സ്ഥാനമേ അയാൾക്കുള്ളൂ. എല്ലാം ബാക്കിയെല്ലാം ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണ്. അതേസമയം 46 എന്ന് പറയുന്നു, ബ്രാഹ്മണൻ തനിക്ക് അവകാശപ്പെട്ടത് മാത്രം ഭക്ഷിക്കുന്നു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ അവൻ ഭക്ഷണം കഴിക്കുന്നത് അവൻ്റെ വീട്ടിലുള്ള ഭക്ഷണം എടുത്ത്, അവനല്ലാതെ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് അവൻ അതുകൊണ്ടല്ല ഭക്ഷിക്കുന്നത്. അവൻ കണ്ടുപിടിച്ചത് വെച്ചുകൊണ്ട് മറ്റുള്ളവരാണ് കച്ചവട അടിച്ചിട്ട് പണക്കാരാകുന്നത്. മുതലാളിമാരാണെന്നെല്ലാം വേണമെങ്കിൽ പറയാം. ശാസ്ത്രജ്ഞന്മാർ പാടുപെട്ട് ഓരോന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവൻ്റെ അധ്വാനിച്ച് കിട്ടുന്ന ചെറിയൊരു ശമ്പളവും കൊണ്ട് അവൻ കിട്ടുന്ന ഭക്ഷണവും കഴിച്ചിട്ട് ഊണും ഉറക്കും ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ഭക്ഷണം തൻ്റേത് മാത്രം ഭക്ഷിക്കുന്നു, തൻ്റേത് മാത്രം ഉടുക്കുന്നു, തൻ്റേത് മാത്രം കൊടുക്കുന്നു. ആർക്കും എന്തും കൊടുക്കുന്നില്ല, അവൻ്റെ അടുത്തു നിന്നുള്ള കൊടുക്കും. ഒരു ശാസ്ത്രജ്ഞൻ എപ്പോഴും ദരിദ്രവാസിയായിരിക്കും. അവൻ ആരെങ്കിലും മുകളിലുള്ള വല്ലവരും കൊടുക്കുന്ന ശമ്പളം കൊണ്ട് അവൻ കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് കഷ്ടപ്പെട്ട് കടക്കാരനായിട്ടായിരിക്കും അവൻ്റെ ജീവിക്കുന്നത്. പക്ഷെ അവൻ കണ്ടെത്തുന്ന ജ്ഞാനങ്ങളാണ് വേറൊരു വിഭാഗം കോടികൾ ഉണ്ടാക്കുന്നത്. അത് ആ ശാസ്ത്രജ്ഞന് കിട്ടില്ല. അപ്പോഴേ ബ്രാഹ്മണൻ തൻ്റേത് മാത്രം ഭക്ഷിക്കുന്നു. അവനൊരു തുക, എന്തൊക്കെ ശമ്പളം, എവിടെയാ വർക്ക് ചെയ്യുന്ന അവിടുന്ന് ഒരു ശമ്പളം കിട്ടും, തുച്ഛമായ തുക. അതുകൊണ്ട് അവൻ കഷ്ടപ്പെട്ട് വീടും വെച്ച് അങ്ങനെ അങ്ങ് ജീവിക്കും. തൻ്റേത് മാത്രം കൊടുക്കുന്നു, തൻ്റേത് കൊടുക്കുന്നു. അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ക്ഷത്രിയന്മാരെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ ശാസ്ത്രലോകത്തിൽ കണ്ടെത്തിയത് വെച്ച് ക്ഷത്രിയ രാജാക്കന്മാർ, ഭരണാധികാരികളെല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് അഹങ്കരിക്കുകയാണ്. ഞാനാണ് ഇവിടെ ഇന്നത് സ്ഥാപിച്ചത്, ഞാൻ ഭരിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ ഇത്രയും പുരോഗതികളുണ്ട്. എന്ത് ഞാനാണോ ചെയ്തത്? അയാളെ കോൺട്രിബ്യൂഷൻ എന്താ? വല്ലവരും ത്യാഗം സഹിച്ചിട്ട് പലതും ഓരോ മുറിയിൽ അടച്ചുകൂട്ടിയ മുറിയിൽ കിട്ടുന്ന ശമ്പളവും വാങ്ങി കഷ്ടപ്പെട്ട് ലോണും എടുത്ത് ഗവേഷണം നടത്തിയിട്ട് പലതും കണ്ടെത്തുന്നു. കാരണം ക്ഷത്രിയന്മാരെന്ത് ചെയ്യുന്നു? അത് അനുഭവിക്കുന്നു. ഇപ്പം രാജാവിന് ഇത്ര താമസം, രാജാവിൻ്റെതായിട്ട് ഒന്നുമില്ല. ആ ലോകത്തിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടോ, നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം പല ബുദ്ധിമാന്മാരും ഉണ്ടാക്കി കൊടുത്തതാണ്. ഇനി 47 അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഏറ്റവും അധികം ജ്ഞാനങ്ങളെല്ലാം കൈമാറിയിരിക്കുന്ന വേദത്തിലാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും അടങ്ങിയിരിക്കുകയാണ് വേദങ്ങൾ. ആ വേദങ്ങളെ, ഋഷികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആധ്യാത്മികമായ വിശേഷജ്ഞാനം ഏതൊക്കെ വേദവിത്തുകളാൽ ഉപദേശിച്ചുവോ, വേദങ്ങളിലൂടെ എന്തെല്ലാം പ്രപഞ്ച രഹസ്യങ്ങൾ, ജ്ഞാനങ്ങൾ ഉപദേശിച്ചുവോ, ആ ജ്ഞാനികൾ സ്വന്തം സൽക്കർമ്മത്താൽ എന്നെന്നും സന്തോഷിക്കുന്നു. വേദങ്ങൾ എഴുതി വെച്ച ഋഷികൾ എല്ലാ ജ്ഞാനവും എഴുതി വെച്ചിട്ടുണ്ട്. അവർ സ്വന്തം കർമ്മത്താൽ അവർ സന്തോഷിക്കുകയാണ്. ഒരു നയാ പൈസ പോലും വേദങ്ങൾ എഴുതിയിട്ട് 4 വേദങ്ങൾ എഴുതിയിട്ട് വിറ്റിട്ട് അവർ അനുഭവിച്ചിട്ടില്ല. അവർ കഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരുടെ വേദങ്ങൾ ഇന്ന് ഗ്രന്ഥങ്ങളായിട്ട് വിറ്റിട്ടും പ്രഭാഷണങ്ങളുടെ പേരിൽ എല്ലാം പറഞ്ഞു നടന്നിട്ട് എത്രയാണ് പണം ഉണ്ടാക്കുന്നത്. ഇവര് സ്വന്തം സൽക്കർമ്മത്താൽ എന്നെന്നും സന്തോഷിക്കുന്നു. അതാണ് യഥാർത്ഥ ബ്രാഹ്മണര്. അതിന് പകരം കൊടുക്കാൻ ആർക്കും ആകില്ല. ആ ജ്ഞാനം കൈമാറിയ അവർക്ക് പകരം കൊടുക്കാൻ ആർക്കും ആകില്ല. ഇനി 48 മൈത്രേയൻ. ആ സനകാദികൾ പൃഥ്വിരാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. ഇത്രയും പറഞ്ഞ ശേഷം ആ പൃഥ്വിരാജാവിനെ അപ്പം പുകഴ്ത്തിയിട്ട് അവർ സനകാദികൾ പോയി. പൃഥ്വി ചക്രവർത്തിയാകട്ടെ ആധ്യാത്മ ശിക്ഷണത്തോടെയും, ഇവരും കുറച്ച് ഉപദേശമെല്ലാം കൊടുത്തല്ല, ആ ശിക്ഷണം അറിയാതെ ഒന്നുമല്ല, ആ ശിക്ഷണത്തോടെയും ഏകാഗ്രചിത്തനായി ആ നിഷ്ഠയോടെ എല്ലാം നേടിയവനായി
സ്വയം തീരുമാനം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായി, എല്ലാ ജ്ഞാനവും തികഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ജ്ഞാനമാണ്. എല്ലാ ജ്ഞാനവും നേടിയവനായി സ്വയം കരുതി. എന്നിട്ട് 50 പറയുന്ന കർമ്മങ്ങൾ കാലം, ദേശം, ശക്തി, ധർമ്മം അനുസരിച്ച് ഉചിതം പോലെ ബ്രഹ്മാർപ്പിതമായി അനുഷ്ഠിച്ചു. കാലം, ദേശം, ശക്തി, ഓരോ കാലത്തിനും ദേശത്തിനും ശക്തിക്കും തൻ്റെ കഴിവിനും അനുസരിച്ച് അദ്ദേഹം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ആർക്ക് വേണ്ടി? ബ്രഹ്മാർപ്പിതമായി, ആ പ്രപഞ്ച സൃഷ്ടിക്കായിക്കൊണ്ടാണ് അദ്ദേഹം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. പിന്നെ 51, 52 കർമ്മഫലത്തെ ബ്രഹ്മത്തിൽ അർപ്പിച്ചു. അദ്ദേഹം അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല. രാജാവിനുള്ള മാർഗനിർദ്ദേശങ്ങളാണെന്ന്, രാജാവ് ഒന്നും പ്രതീക്ഷിക്കരുത്. കർമ്മഫലത്തെ ബ്രഹ്മത്തിൽ അർപ്പിച്ച് അനാസക്തനായി, അതിലൊന്നും ഒരു താല്പര്യവുമില്ലാതെ ആത്മാവിനെ പ്രകൃതിയിൽ നിന്നും അതീതനായി സാക്ഷിയായി കണ്ട്, ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന എല്ലാ ലോകം പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായി കണ്ടുകൊണ്ട്, അതൊരു സാക്ഷിയായി അതിനെ കണ്ടുകൊണ്ട് ഗൃഹസ്ഥ വൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെടുന്നത്. രാജ്യകാര്യങ്ങളിൽ തന്നെയാണ് അയാൾ ഏർപ്പെട്ടതെങ്കിലും സൂര്യനെ പോലെ ഇന്ദ്രിയ വിഷയത്തിൽ ആസക്തനാകാതെ വർത്തിച്ചു. സൂര്യൻ എന്താണ്? ലോകത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പക്ഷേ സൂര്യൻ അതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സൂര്യൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ പോക്കിനനുസരിച്ചാണ് ഇവിടെയുള്ള എല്ലാ ലോകത്തിലുള്ള കർമ്മങ്ങളും നടക്കുന്നത്. അതുപോലെ ഇദ്ദേഹവും വർത്തിച്ചു. അങ്ങനെ അർച്ചിസ് എന്ന പത്നിയിൽ വിജിന്വാശൻ, ധ്രുമകേശൻ, ധൂമ്രകേശൻ, ഹരക്ഷൻ, ദ്രവിണൻ, വൃകൻ എന്നിങ്ങനെ 5 പുത്രന്മാർക്ക് ജന്മം നൽകി. അപ്പോൾ അതിലൂടെ പിന്നീടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് 54 പൃഥു ചക്രവർത്തി ഒറ്റക്ക് ലോകസൃഷ്ടിയിൽ ഒറ്റക്കാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിയിൽ പങ്കെടുക്കുന്നത്. ലോക സൃഷ്ടി വർഗത്തെ, അതിൽ നിന്നും ഉണ്ടായ എല്ലാ വർഗങ്ങളെയും പരിപാലിച്ച് നടത്തുവാൻ വേണ്ടി എല്ലാ ലോകപാലകന്മാരുടെയും ഗുണങ്ങളെ ധരിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തുണ്ട്? എല്ലാ ലോകത്തിൽ ഏതെല്ലാം ശക്തിവിശേഷങ്ങളുണ്ടോ അവയുടെ എല്ലാം ഗുണം എടുത്തുകൊണ്ടാണ് ആ രാജാവ്. ഏതാണ് രാജാവ് എന്ന് നമ്മൾ ഓർക്കണം. ഇതൊരു വ്യക്തിയല്ല, പ്രപഞ്ചത്തിലെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഓരോ ശക്തിവിശേഷമുണ്ട്. അപ്പോൾ ഇവിടെ ലോകത്തെ പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അതിലൂടെ കർമ്മം ചെയ്തിട്ടാണ് നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക് ആ ശക്തിവിശേഷം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറേ രാജാക്കന്മാരെ സ്ഥാപിച്ചുകൊണ്ട് അവരിലൂടെയാണ് ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചുകൊണ്ട് ലോക പുരോഗതി നേടുന്നത്. അപ്പോൾ അതാത് കാലങ്ങളിൽ രാജാക്കന്മാരെ നിയമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷമായിട്ട് ഈ രാജാവിനെ, പൃഥ്വിനെ കാണണം. അത് മുമ്പ് പറഞ്ഞു തന്നെയാണ്. ഇനി 55 അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എന്താണ്? ആകർഷമായ ഗുണഗണങ്ങളോടുകൂടി മനസ്സ്, വാക്ക്, കർമ്മം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സും വാക്കും കർമ്മം കൊണ്ട് ജനങ്ങളെ വേണ്ടും വിധം അനുരഞ്ജിപ്പിച്ച് രാജാവെന്ന സ്വപ്നയെ പൂർണ്ണചന്ദ്രനെ പോലെ ധനിക്കുകയുണ്ടായി. അപ്പോൾ പൂർണ്ണചന്ദ്രൻ്റെ രൂപത്തിലാണ് അദ്ദേഹം എല്ലാ മനുഷ്യ മനസ്സുകളെയും, ജീവജാലങ്ങളുടെ മനസ്സുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സുകളെ, ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മനസ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് ആ ശക്തിവിശേഷം നയിക്കുന്നത്. ഇനി 56, 57 ധനം പിരിച്ച് വിതരണം ചെയ്യും. ധനം പിരിച്ചിട്ട് ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വിളയുന്നുണ്ടോ അതെല്ലാം ധനം. അതാർക്ക് കൊടുക്കും? ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. പക്ഷികൾക്ക് വേണ്ടത്,
മൃഗങ്ങൾക്ക് വേണ്ടത് അത് അതിനനുസരിച്ച്. ഇവിടെ ഉണ്ടാകുന്ന ധനം എല്ലാവർക്കും ആ ശക്തി വിശേഷം മുകളിലത്തെ ആ കൃത്യമാണ്. പക്ഷികൾക്ക് വേണ്ട പഴങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് പക്ഷികൾക്ക് കൊടുക്കും, തേന് വേണ്ടിക്കൽ പൂപ്പാറ്റകൾക്ക് കൊടുക്കും. അങ്ങനെ 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 എല്ലാവർക്കും വേണ്ടത് ധനങ്ങൾ വിതരണം ചെയ്ത് സൂര്യനെ പോലെ സമുജ്വലിച്ചു. സൂര്യനെ പോലെയാണ് സമുജ്വലിച്ചുകൊണ്ടാണ് ആ ശക്തിവിശേഷം ലോകത്തെ പരിപാലിക്കുന്നത്. ചേതസ് കൊണ്ട് അഗ്നിയെ പോലെയാണ്, ഇന്ദ്രനെ പോലെ അജയ്യനാണ്, ക്ഷമയിൽ ഭൂമിക്ക് തുല്യനാണ്. 58 പറയാണ് പർജന്യൻ, വൃഷ്ടി ദേവത. വൃഷ്ടി ലോകത്തിലേക്ക് എന്തെല്ലാം വേണോ അതെല്ലാം മഴയായിട്ട്, എവിടെയെല്ലാം മഴ വേണോ അതെല്ലാം മഴ പെയ്ച്ചു കൊടുക്കുന്നത് പോലെ എന്തെല്ലാം വേണോ അതെല്ലാം വാരിച്ചൊരിഞ്ഞുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ ആർക്കെല്ലാം എന്തെല്ലാം വേണോ അതെല്ലാം വാരിച്ചൊരിഞ്ഞുകൊണ്ടാണ് ആ രാജാവ് ഭരിക്കുന്നത്. സമുദ്രത്തെ പോലെ ആഴത്തെ അറിയുന്നവനാണ്. സമുദ്രത്തെ പോലെ ആഴം, സമുദ്രത്തിൻ്റെ ആഴം ആർക്കറിയാം? സമുദ്രത്തിനല്ലേ അറിയാം. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ ഒരു ശക്തിവിശേഷമാണ് പൃഥ്വിയായിട്ട് ലോകത്തെ നയിക്കുന്ന, ലോകത്തിൻ്റെ രാജാവ് എന്ന് പറയാം. ലോകത്തിൻ്റെ രാജാവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ശക്തിവിശേഷമാണ് ഈ പൃഥ്വി. അദ്ദേഹമാണ് ഓരോ രാജ്യത്തിലും അതാത് കാലങ്ങളിൽ രാജാക്കന്മാരെ ഉണ്ടാക്കുന്നതും മാറ്റുന്നതും എല്ലാം. എന്നിട്ടോ കരുത്തുകൊണ്ട് മഹാമേരു പോലെയാകുന്നു. അതായത് എല്ലാം തികഞ്ഞ ശക്തി വിശേഷമാണെന്ന് പറയാം. 59 ശിക്ഷണത്തിൽ ധർമ്മരാജനെ പോലെയും അത്ഭുതകരമായ വിഷയങ്ങളിൽ ഹിമാലയ പർവ്വതം പോലെയും ധനാഢ്യരിൽ കുബേരനെ പോലെയും വരുണനെ പോലെ മറച്ചു സൂക്ഷിച്ച സമ്പൽ സമൃദ്ധിയോടുകൂടിയും. വരുണൻ എന്ന് പറഞ്ഞാൽ വരുണ ഓർബിറ്റുകളാണ്. ഓർബിറ്റുകൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം വരുണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി 60 ഊക്ക്, ഉൾക്കരുത്ത്, ഊർജം എന്നിവയിൽ വായുവിനെ പോലെയും. വായുവിനാണല്ലോ ഏറ്റവും ഊക്ക് ഉൾക്കരുത്തെല്ലാം ഉള്ളത്. വീര്യന്മാർ വീര്യത്തിൽ രുദ്രനെ പോലെയും. 61 സൗന്ദര്യത്തിൽ കാമദേവനെ പോലെയും. ഉൾക്കരുത്തിൽ സിംഹത്തെ പോലെയും വാത്സല്യത്തിൽ മനുവിനെ പോലെയും രാജസവൈഭവത്തിൽ ബ്രഹ്മദേവനെ പോലെയും. 62 വേദാർത്ഥ വിചാരത്തിൽ വാചസ്പതിയെ പോലെയും. ജിതേന്ദ്രിയത്തിൽ ശ്രീനാരായണനെ പോലെയും. ഭക്തിയിൽ ഗോക്കൾ, ഗുരുക്കൾ, ബ്രാഹ്മണർ എന്നിവരെ പോലെയും. ശാലീനതയിലും വിനയത്തിലും സൽസ്വഭാവത്തിലും തന്നെപ്പോലെ തന്നെയും. തനിക്ക് അതിന് പകരമായിട്ട് വേറൊരാളെ എടുക്കാൻ പറ്റില്ല. ശാലീനത, വിനയത, സൽസ്വഭാവത്തിൽ തന്നെപ്പോലെ തന്നെയും നടയാണ്. തനിക്ക് പകരമായിട്ട് വേറൊരാളില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠനുമായിട്ട് വർത്തിക്കുന്നു. ഇതിൻ്റെ 63 63 പറയാണ് സൽപുരുഷന്മാരാൽ പാടിപ്പുകഴ്ത്തപ്പെട്ട അദ്ദേഹം. എല്ലാ നല്ല ആൾക്കാരും അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തുന്നു. ഏതുപോലെ എന്നാൽ സജ്ജനങ്ങളുടെ കാതുകളിൽ പ്രതിഷ്ഠിതമായ ശ്രീരാമനെ പോലെ. സജ്ജനങ്ങളുടെ കാതുകളിൽ ശ്രീരാമനെ പാടിപ്പുകഴ്ത്തപ്പെട്ട ശ്രീരാമനെ പോലെ ആണ് സ്ത്രീകളുടെ കാതുകളിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നത്. സ്ത്രീകളുടെ കാതുകളിൽ പ്രതിഷ്ഠിതനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറയുന്നുണ്ട്, ഒരു രാജ്യത്തിൻ്റെ സൗഭാഗ്യം എന്നത് അല്ലെങ്കിൽ ഉന്നതി എന്നത് അവിടുത്തെ സ്ത്രീജനങ്ങളുടെ സംതൃപ്തിയിലാണ് നിലകൊള്ളുന്നത്. ഒരു രാജ്യത്തെ സ്ത്രീകൾ സംതൃപ്തരാണ്, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ രാജ്യമാണ് ഏറ്റവും ശ്രേഷ്ഠം. ആ നിലയിലാണ് ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.